അസ്സലാമലൈക്കും. പച്ചസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ ഇതുവരെ റാഗി റൊട്ടി കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ നല്ല സോഫ്റ്റായിട്ട് ചുട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ നമ്മുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി റാഗി റൊട്ടി നമുക്കിതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ ബട്ടൺ വരും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വാ. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം റാഗി പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഗ്ലാസ്സിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കുറച്ചിട്ടാണ് റാഗി പൊടി എടുത്തിട്ടുള്ളത്. അതുപോലെ സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ടേബിൾ സ്പൂണ് കുറച്ച് ഒറോട്ടിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. പാക്കറ്റ് പൊടി മേടിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ഒറോട്ടിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ തന്നെ. നിങ്ങളുടെ കയ്യിൽ റാഗി പൊടി ഇല്ലെങ്കിൽ മുഴുവനുള്ള റാഗി ഒരു 2 മണിക്കൂർ നേരം കുതിർത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. കണ്ടോ, നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. അതിനായി ഒരു കല്ലിലോട്ടേക്ക് അല്പം വെളിച്ചെണ്ണ തൂവിയിട്ടുണ്ട്. കല്ല് സ്മൂത്താകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അല്പം മാവെടുത്ത് നല്ലതുപോലെ ഉരുട്ടി കൈവെള്ളയിലിട്ട് ഉരുട്ടി നമുക്ക് കല്ലിൽ വെച്ച് പരത്തിയെടുക്കാം. ഞാൻ കല്ലിൽ വെച്ചാണ് പരത്താറുള്ളത്. നിങ്ങൾക്കിത് പറ്റില്ലെങ്കിൽ നിങ്ങൾ വഴയിലോ ഷീറ്റിലോ വെച്ച് പരത്തി ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഒറോട്ടിപ്പൊടി ഇല്ലെങ്കിൽ പുഴുങ്ങലരി കുതിർത്തുക. നമ്മൾ സാധാരണ ഒറോട്ടിക്കൊക്കെ കുതിർത്തുന്ന പോലെ കുതിർത്തുക. സെയിം അളവിൽ തന്നെ റാഗിയും കുതിർത്തി രണ്ടും നല്ലതുപോലെ അരച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ സെയിം അളവിൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ റാഗിയ കൂടുതൽ എടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഒറോട്ടി നല്ലതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് തടിയുമില്ല, ഒരുപാട് നേർമനിയുമല്ല. ഇനി അല്പം ഒന്ന് ആറിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ചില ആളുകൾ വാഴയിലയിൽ പരത്തി വാഴയിലയിൽ തന്നെയാണ് ചുട്ടെടുക്കാറ്. എനിക്ക് ഇതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഇട്ടുകയും ചെയ്യും. സിമ്മിലിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്. കല്ല് ചൂടായതിനു ശേഷം ഫ്ലെയിം സിമ്മിലിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇടയ്ക്കിടെ ഇതിങ്ങനെ തിരിച്ചു കൊണ്ടേയിരിക്കണം. ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് നല്ലതുപോലെ കുക്കായി കിട്ടണം. തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ 2 വശവും നല്ലതുപോലെ ആറിയതിന് ശേഷം, അതായത് അല്പം ഒന്ന് കുക്കായി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ആദ്യം ചെറുതായി ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതിയാവും. അല്പസമയം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ഉരുട്ടിയെടുക്കണം. എല്ലാ ഒറോട്ടിയും ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നല്ലതുപോലെ ഇത് പൊങ്ങിയൊക്കെ വരും. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് സമയത്ത് നല്ലതുപോലെ പൊങ്ങി വരും. നമ്മൾ സാധാരണ ഒറോട്ടി ചുടുന്നതിനെക്കാട്ടി അല്പം സമയം എടുക്കും ഇത് റെഡിയായി കിട്ടാനായിട്ട്. കാരണം റാഗി നല്ലതുപോലെ കുക്കായി കിട്ടണ്ടേ, അതിനുള്ള സമയം എടുക്കും. ഇപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല പ്രസ് ചെയ്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്ത് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. രാവിലത്തെ നാസ്തക്കോ അല്ലെങ്കിൽ രാത്രിത്തെ നാസ്തക്കോ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നടുവശം പ്രസ് ചെയ്ത് കൊടുക്കരുത്, സൈഡ് വശം മുഴുവനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഇതൊന്ന് സൈഡ് വശമൊക്കെ വെന്ത് കിട്ടും. ഇനി ഇതിൽ മുകളിലോട്ടായിട്ട് അല്പം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. പശുവിൻ നെയ്യ് ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും നല്ല മണവും ആയിരിക്കും ഈ ഒറോട്ടിക്ക്. 2 വശത്തും ഇതുപോലെ പശുവിൻ നെയ്യ് തേച്ച് കൊടുക്കുക. ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം അധിക പേരും ഒറോട്ടി ചുടുന്ന സമയത്ത് നല്ല ഹാർഡായി പോകുന്നെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ഇട്ടത്. തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടോ, ഒറോട്ടി നല്ലതുപോലെ പൊങ്ങി വരുന്നത് കണ്ടോ. നിങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. ഒറോട്ടി നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഉൾവശമൊക്കെ നല്ലതുപോലെ കുക്കായതുകൊണ്ടാണ് ഇതുപോലെ പൊങ്ങി വരുന്നത്. കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ എല്ലാ ഒറോട്ടിയും പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. കണ്ടോ,
കണ്ടോ, നമ്മുടെ സാധാരണ ഒറോട്ടി പൊങ്ങി വരുന്നത് പോലെ തന്നെ നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. എല്ലാ ഒറോട്ടിയിലും നമ്മൾ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പശു നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ഈ ഒറോട്ടിക്ക് കൂടുതൽ ടേസ്റ്റ് പശുവിൻ നെയ്യ് തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്ന വീട്ടിലുള്ള പ്രായമുള്ളവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് പ്രത്യേകം ഇഷ്ടപ്പെടും. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു വാഴയിലയിൽ വെച്ച് കൊടുക്കാം. വാഴയിലയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഈ അപ്പത്തിൻ്റെയും ചൂട് കൊണ്ട് വാഴയില വാടുന്ന സ്മെല്ലും ഈ ഒറോട്ടിയുടെ സ്മെല്ലൊക്കെ ആകുമ്പോൾ നല്ല എന്താ പറയുക, കൊതിപ്പിക്കുന്ന മണമാണിതിന്. കണ്ടോ, ഒറോട്ടി മുഴുവൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ അളവിലെടുത്തിട്ട് എനിക്ക് 6 ഒറോട്ടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പുളിയൊക്കെ അടന്ന് വരുന്നത് കണ്ടോ, അത്രയും സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇങ്ങനെ ഇത് കഴിച്ചു നോക്കിയാലോ. നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല സോഫ്റ്റ് കണ്ടോ, എത്ര സോഫ്റ്റാണെന്നറിയാം. നല്ല സോഫ്റ്റാണേ. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ഒറോട്ടി ചുട്ട് കഴിഞ്ഞാൽ ഒറോട്ടി എടുക്കും, ജസ്റ്റ് ഒന്നിങ്ങനെ തേങ്ങാപ്പാലിലൊന്ന് ഡിപ്പ് ചെയ്യും, അതിന് ശേഷമാണ് കഴിക്കാറ്. ഇനി ഇതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മുട്ടയുടെ സ്റ്റൂ ആണേ. തേങ്ങാപ്പാലിലൊക്കെ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഞെരടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കും, ഉറപ്പാണ്. കഴിച്ചു നോക്കാലോ. സൂപ്പർ. സ്വാദിഷ്ടമായ ഈ റാഗി ഒറോട്ടിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്